നോമ്പൊക്കെ ആയോണ്ടിന്റെ കുട്ടി ചുരിദാറൊക്കെ ഇട്ട് എന്റെ രാവിലെ തന്നെ ആദ്യമായിട്ടാണ് പാന്റ് വേറെ ട്രൗസറല്ലേ ട്രൗസറും ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല മൊഞ്ചത്തി കുട്ടി ആയിട്ടുണ്ട്. സോ നന്നായി വരട്ടെ. അതിനൊന്ന് മിസ് ചെയ്തപ്പോ ഞാൻ വന്നത് ഞാന്. നമുക്ക് നോമ്പ് തുറ അവിടെ. അപ്പം എല്ലാവരും കമന്റ് ചെയ്ത പോലെ എന്റെ സൗണ്ടൊക്കെ പോയി. എല്ലാവരും അയ്യോ ഏതപ്പോ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത പോലെ തന്നെ ഇന്ന് അങ്ങനെ നോമ്പ് തുറ കഴിച്ചു. അപ്പൊ ഇന്നൊരു നല്ല അടിപൊളി കിടക്കാച്ചി ചെറിയൊരു നോമ്പ് തുറ ഞങ്ങളുടെ വീട്ടിലത്തെ ഞങ്ങളുടെ ഫാമിലി നോമ്പ് തുറ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാക്കണ കുഞ്ഞു കാല് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയവര് നോക്കുന്നുണ്ട്. ഉമ്മന്റെ എന്തടി നീ എന്നിട്ട് പൊട്ടിക്ക് കാല് എന്തൊന്നും പോയതാ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് കേറിപ്പോയി. ഇത് വല്ലത് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോയിക്കോളി. ഹോസ്പിറ്റലിൽ പോയി പഴുത്ത നേരം നാശാവും. ഗൈസപ്പം കുഞ്ഞിനും കൂടി നേരം ലെൻസ് കാട്ട് പോവാണ്. എന്റെ ഗ്ലാസ് വീണ്ടും പൊട്ടി. സെയിം ടൈം ആക്കണ നമ്മളുടെ ഇത് വീണിട്ട് എന്നാലും നല്ലൊരു കാറ്റടിച്ച് കാറ്റിൽ ഇതാ മണ്ണിൽ നിന്നിട്ട് ഊർന്നു പോകുന്നു. അതായത് ആകെ ഈ വീട്ടിൽ ഈ ഒരു മണ്ണേ ഉള്ളൂ. നമ്മുടെ മമ്മീന്റെ കാറാട്ടെടുക്കുന്നത്. ടാറ്റാ. ഓക്കെ, അങ്ങ് കോളേജിൽ നിന്നും എനിക്ക് സന്ധ്യയിലും കൊണ്ടുവരാൻ, കോളേജ് ക്ലോസ് ആവുന്ന നേരത്തെ എനിക്ക് എന്തും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അൽഫി കിടപ്പിലായി, ഞാനും കിടപ്പിലായി. കോളേജിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഡ്യൂഡി വൈറസ് വൈറസ് ആണ് ഇപ്പൊ എന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കണേ. എണീക്കാനും വയ്യ, കടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, സംസാരിക്കാൻ പോലും. ആടി എന്റേത് മാറാൻ നേരത്തെ എന്റെ ബേബിക്ക് വന്ന് കഴിഞ്ഞു. അപ്പൊ ഞാൻ ലെൻസ് കാട്ട് എത്തി. എന്റെ ഗ്ലാസ് ഒന്ന് പോയിട്ട് മാറ്റിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഗ്ലാസ് ഒക്കെ റെഡി. അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങണം വീട്ടിലേക്ക്. നോമ്പ് തുറക്കും കുറച്ച് സാധനങ്ങള് വേണമല്ലോ. അപ്പൊ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇവിടെ പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തോ, അവള് പേ ചെയ്യാന്ന്. സീരിയസ്ലി സ്വപ്നത്തിലല്ല, നമ്മൾ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണം എടുത്തോളാം. കുഞ്ഞുക്ക് ഇന്ന് റവന്യൂ കിട്ടിയെന്നാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ഷോപ്പിംഗ്. കുഞ്ഞിന് ഞാൻ നടക്കണ ഒരു ആയുർവേദ ഷോപ്പ് പ്ലസ് എന്താ പറയാ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് അയച്ചാണ്. ആൽഫിക്ക് ഡോള വാങ്ങണം. പൊന്നെ കുഴപ്പമില്ല, വേറെ കമ്പനിയിൽ വാങ്ങിക്കോ. പ്രൈസ് എത്ര ചോദിക്കും? അവള് പറഞ്ഞു വെച്ചാൽ ചുമ മാറാൻ ഇങ്ങനത്തെ കഴിച്ചാൽ മതി. പിന്നെ ഇതാക്കണ ഒരൊറ്റ ഡോളോ. എന്റെ അമ്മ എന്തൊരു ദാരിദ്ര്യം. $1 2-3 വാങ്ങാം. ഓ, ഞങ്ങൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നോട് എന്ത് വേണം വാങ്ങാൻ പറഞ്ഞു. പക്ഷെ എന്നെ തക്കണ ഈ മസാല സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവിടെ മുളക് പൊടി പഞ്ചസാരൊക്കെ എനിക്കതൊന്നും വേണ്ട കേസ്. എന്താ കുഞ്ഞുമോളെ തന്തവൈബായോ നീ? തന്തവൈബായോ? തള്ളവൈബും സാധനങ്ങളൊക്കെ എന്താ കുഞ്ഞു ഇതൊന്നും വേണ്ട. എനിക്ക് വേറെ എന്തെങ്കിലും കളിക്കുന്ന വാങ്ങിക്കൊണ്ട് വേണ്ട, ഒന്നും വേണ്ട. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ദി സ്റ്റഫ്സ്. നമ്മളെ ചതിച്ചത് ഗൈസ്. ഒരു ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒന്നുമില്ല, നമുക്ക് പറ്റിയ ഒന്നുമില്ല. 4 പാക്കറ്റ് പാലും 4 പാക്കറ്റ് പാലും വാങ്ങിക്കും. പായസെങ്കിലും ഉണ്ടാക്കുക. ഇതെടുത്താ വീണോ? കറക്റ്റ് എടുക്കടി, കുഴപ്പമില്ല. പൈസക്കാരെത്തി. കുഞ്ഞുവാൾ സ്വന്തം പൈസ കൊണ്ട് ബിൽ പേ ചെയ്യുന്നു. എനിക്കൊരു തീപ്പെട്ടിക്കൊള്ളി പോലും വാങ്ങി തന്നില്ല. ആടി ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ട് ഞാനെന്ത് വാങ്ങാനാ ഇവിടുന്ന്? നോമ്പും കൂടിയാണ്, ഒന്നുമില്ല. നോമ്പില്ലാത്ത എനിക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ലൈസ് വാങ്ങി നോമ്പ് ഉറക്കുമ്പോ കഴിക്കാലോ. എന്നാലും വല്ലാത്തൊരു അനിയത്തി കേസ്, വല്ലാത്തൊരു അനിയത്തി. ഒരു ജീരക മിഠായി അല്ലെങ്കിൽ നോമ്പാണ് ഓക്കെ, വയ്യാത്ത സൗണ്ട് ഇല്ല. സൗണ്ട് റെഡി ആവാൻ കുറച്ച് ഗ്യാസ് മിഠായി അതുപോലും വാങ്ങി തന്നില്ല. ഇവിടാണ് ഒരു തേങ്ങയില്ല. ലുലുവിലഞ്ഞ് ഇവിടെ എന്തേലും ഉണ്ടാവുള്ളൂ. എനിക്ക് വയ്യ ലുലു പോവാൻ. നോമ്പ് തുറക്കാൻ പോവാ. എന്താ ഞാൻ ലുലുവിലേക്ക് എന്നെ എന്താ മീൻ എന്തേലും വാങ്ങിയാലോ? ചിക്കനൊക്കെ തിന്ന് മടുത്ത് മീൻ എന്തേലും വാങ്ങുന്ന ഞണ്ട് വാങ്ങി തരുമോ? നോമ്പല്ല അപ്പൊ ഇങ്ങനെ അതാണ്. ചെമ്മീൻ വാങ്ങ. ചെമ്മീൻ വാങ്ങി പൊരിച്ച നോമ്പിന് നല്ല ഹയർ ആവും. നോമ്പ് തുറക്കുമ്പോ ഒരു വെറൈറ്റി ആവും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആട്ടെ, കാരണം ഇത് ഇവിടെ മെട്രോ വരാൻ പോവാണ് സംഭവം. അടിപൊളിയാവും. നമ്മളെ വീടിന്റെ അപ്പൊ ബാക്ക് കൂടി മുമ്പ് കൂടി സൈഡ് കൂടി ഒക്കെ മെട്രോ ആണ്. വീടെത്തി ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ടെങ്കിൽ ഇതാക്കണ ഈ ഒരു ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് തുറന്നേനെ. നമ്മളെ കുഞ്ഞിതാക്കണ ടേബിളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരട്ടെ. ജസ്റ്റ് കുഞ്ഞു ഒന്ന് തുടച്ച ഞാൻ വാങ്ങിയതുപോലെ ഉണ്ടെങ്കിൽ നല്ല രസം. ഞങ്ങൾ വീട്ടിൽ വെച്ച് വാങ്ങിയ ഫേർണിച്ചറിൽ വെച്ച് ഏറ്റവും
ബെസ്റ്റ് സാധനം. ആൽഫി അപ്പുറത്തെ റൂമിലുണ്ട്. അളവിനെ കാണിക്കാത്ത പനിച്ചൊരുമാതിരി കോലം കെട്ട് കിടക്കണം, വയ്യാണ്ട് കിടക്കാണ്. ഞാനും പനിയാണ്. എൻ്റെ കുരങ്ങച്ചൻ താക്കണ അവിടെ ഉണ്ട്. ഇതിനിടക്കിടെ ഇങ്ങനെ തല്ല, ഇതിൻ്റെ കരച്ചിൽ കേൾക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് കേസ്. അപ്പോൾ നോമ്പ് തുറക്കാൻ കുറച്ചുകൂടി നേരം കൂടെ ഉള്ളൂ. 1.5 മണിക്കൂർ കൂടെ ഉണ്ട്. ഓ എനിക്കെന്താ പറയുക, തൊണ്ടവേദന ആയതുകൊണ്ടാണ് ഞാൻ ഭയങ്കര വെള്ളം കുടിക്കാണ്ട് നിൽക്കില്ല. അപ്പം നോമ്പിന് എന്നെ കൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് സഹായിക്കാൻ കഴിയണ്ടില്ലേ. ഒറ്റ കട്ടിന് 2 കഷ്ണ കണ്ടില്ലേ, ഒറ്റ കട്ട് 2 കഷ്ണം അല്ലാതെ കട്ട് കണ്ടില്ലേ, ഒറ്റ കട്ടിന് 2 കഷ്ണം വത്തക്ക. ഇതെന്താ വീടില്ലെങ്കിൽ നോമ്പുള്ള പോലെങ്കിലും അഭിനയിക്കും. അല്ലെങ്കിലും എനിക്ക് നോമ്പുണ്ട്. നോമ്പ് പിടിക്കാത്തതായിട്ട് ആരുണ്ട് ഈ നാട്ടിൽ ഗൈസ്? എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം, എല്ലാം നല്ല വൃത്തിയിൽ കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേനും ഇവള് ക്ലീൻ ആക്കിയ ടേബിൾ ഏകദേശം വാട്ടർമെല്ല് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കില്ലേ. നല്ല കത്തിയാണ്, നല്ല സിമ്പിൾ ആയിട്ട് നമ്മിങ്ങനെ മധുരണ്ടോ നോക്ക് ചില മധുരം ഇങ്ങനെ തന്നെ കഴിക്കണല്ലോ. നോക്ക്. പിന്നെ കുറച്ച് റീൽസ് കണ്ടിരിക്കുക, ഇതൊക്കെ അല്ലോ നിങ്ങളെ. പിന്നല്ലാതെ കാണാൻ കുഞ്ഞു കൊണ്ടച്ചത് വീട്ടി ഒരു ഉത്തരവാദിത്വം നോക്കിയ കറക്റ്റ് തരിയോട് ചിന്തിക്കേസ്. എന്താ റമളാൻ മാസമാണ്, ഈ കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വൃത്തിയില്ല, ശ്രദ്ധയില്ല, ഒരു തേങ്ങയില്ല. തുടക്കാനുള്ളൂ. ചിന്തിച്ചിട്ട് ഒരു ഗ്ലാസ് തരിയല്ല പോയത്. അമ്മച്ചൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ. പണിയെടുപ്പിച്ച പാവത്തിന് കഷ്ടപ്പെടുത്തുക. പാവമ്മച്ചി രാവിലെ കാൽമേല് കൊപ്പിൻ തറച്ച് കഴിഞ്ഞാളെ ഇതൊരു ഹോസ്പിറ്റലിൽ പോയില്ലട്ടോ. ഇതൊരു ഹോസ്പിറ്റലിൽ പോയില്ല. അത് നമ്മൾ നോക്കാം. ഇവളെ കുഞ്ഞാണ് ട്രീറ്റ് ചെയ്തത്. നീ ബയോളജി, നീ സയൻസ് അല്ലേ എടുത്ത്? പാവത്തിന് ബയോളജി അല്ലേ ഇട്ടവള്? കമ്പ്യൂട്ടർ സയൻസ്. നീ ഇപ്പം പഠിക്കാൻ പോണെന്താ? BCA ബയോളജിയും MBBS. അങ്ങനെ നമ്മളെ റെയ്നാസ് കാറ്ററിംഗിന്റെ മുതലാളിയും സിഇഒ എന്നല്ലേ പറയാ, സിഇഒയും നീയല്ല സിഇഒ, നിന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി സിഇഒയുമായിട്ടുള്ള റെഹാനത്ത് കേട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ബിസിനസ് എങ്ങനെ പോകുന്നു? നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഭയങ്കര ആർട്ടിഫിഷ്യൽ അല്ലോ ടോക്കാണത്. കൂളായി പറയും, എങ്ങനെ പോകുന്നു? എന്റെ മോളെ ഏൽപ്പിച്ച്. ഞാനാണ് ഫൗണ്ടർ ഉമ്മിച്ചാണ്, പക്ഷെ ഞാനാണ് സിഇഒ. ഫൗണ്ടർ അപ്പൊ ഞാനാരാ? ഫൗണ്ടർ ഉമ്മിച്ചല്ലേ ആൾ ഓണർ. അപ്പൊ ഞാനാരാ? നീ അപ്പുറത്തെ കൂലിക്കാരൻ, നോക്കി കൂലി മേടിക്കുന്ന ചക്കൻ ആണല്ലേ. നാളാവട്ടെ. അപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ പോവാണ്. കഴിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിക്കില്ലല്ലോ. നോക്കി ഭയങ്കര തുമ്മല് പനിയാണ്. ഈ ദുഷ്ടത്തി കൊടുത്താണ് പാവം. ആ 2 നായ്ക്കളെയും പോയി കൂട്ടിലിട്ട് അടിക്കി, എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കാം. എനിക്ക് 3 നായ്ക്കളെ കിട്ടും. ഞാൻ ഒറ്റക്ക് കഴിച്ചു. നാളെ നടക്കാൻ ശേഷിയുണ്ടോ? 2 കാലിലും കൊപ്പിച്ചില്ല കൈസ്. ഓക്കെ, ബാങ്ക് ഇപ്പം കൊടുക്കും. നമ്മളിതാ കാരക്കൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരക്കട്ടോ, ആദ്യം കാരക്ക. കുഞ്ഞു ആദ്യം വെട്ടി കഴിഞ്ഞ കാരക്ക. പ്രാർത്ഥിക്കലൊക്കെ മനസ്സിലായില്ലേ? കറി ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, ഗ്രേവി, ബിരിയാണി ഉണ്ട്, തരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ. നമ്മളെ സ്വിഗ്ഗിയില് ജ്യൂസ് അവൈലബിൾ ആണ്. പാലായ്ക്കുണ്ട്. പാൽവാഴക്ക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാല് ഒരാൾക്ക് ചിലപ്പോ അറിയില്ല. സാബൂനരി ഒക്കെ ഇട്ട്, സാബൂനരി, പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കോഴിക്കോട് നെയ്യും കാഷ്നട്ടും അങ്ങനത്തെ ഒരു സാധനം. നല്ല രസമാണ് കഴിക്കാൻ. ഇവരിത് എന്താണ് മൂഡ് സ്പോയിലർ? അടുത്തത് സമൂസ, വാട്ടർമെലൻ, ചിക്കൻ റോൾ, പിന്നെ മുട്ട നിറച്ചതുണ്ട്, ഞാനുണ്ട്, പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ നമുക്ക്
ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് ഉണ്ട്, പിന്നെ പത്ത് പിന്നെ നമ്മൾ അച്ചാറൂസ് ഉണ്ട് ആൻഡ് പുളി. ഇമ്മന്റെ ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഇമ്മന്റെ പ്രൊമോഷൻ ബെറ്റർ അച്ചാർ. പിന്നെ ഇതാക്കണ നമ്മളുടെ മുട്ട മറിച്ച് പറഞ്ഞില്ല, മുട്ട മറിച്ച്. ഇതാണ് നമ്മളെ ബേബിന്റെ ഫേവറേറ്റ്. അവളെ ബർത്ത്ഡേക്കാണ് കട്ട് ചെയ്തത്. സോ മുട്ട മറിച്ചത് തരിക്കണം. മുട്ട മറിച്ചാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. നമ്മള് സ്വിഗ്ഗിയിൽ കുറെ ആൾക്കാര് നമ്മൾ മുട്ട മറിച്ച മാത്രം അപ്പൊ അത് കുറെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങളുടെ അത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കണേ, അല്ലാത്ത പാക്കിങ്ങില് ആ സംഭവം റൗണ്ടിൽ തന്നെ കൊടുക്കണം. പക്ഷെ ഒരു പാക്കിങ്ങിന് 40 രൂപ 50 രൂപയാണ് കേസ് ആ ഒരു പിസ്സ കൊണ്ടുപോകണ പോലത്തെ ഒരു പാക്കിന്. അപ്പൊ അതിൽ കൊടുത്ത് വാങ്ങുന്ന നിങ്ങൾക്ക് മുതലാവില്ല, കൊടുക്കണം നമുക്ക് മുതലാവില്ല സീന. അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ചെറിയ പാക്കേജിൽ തരുന്നത്. അതുകൊണ്ട് കേട്ടോ അത് ജസ്റ്റ് വീട്ടിൽ പറയാൻ തോന്നി. അപ്പൊ അത് തുറന്നാലോ? വാങ്ങി കൊടുക്കണ്ടേ? 2 മിനിറ്റ് എടുത്തോളൂ. ചാവി കാണുന്നില്ല. നോമ്പ് തുറക്കാൻ ചാവി പഴയ ചളി എൽഫി മനസ്സിലായില്ലേ? മനസ്സിലാക്കാനുള്ള ശേഷി കിട്ടില്ല. ഇവിടെ ഞെട്ടി നിക്കണ അവിടെ തുറന്നോളൂ. എൽഫി കുഞ്ഞോ അങ്ങോട്ട് പോവാ. നോമ്പറക്ക് ആയി ശരി, നോമ്പറക്ക് കാരക്കെടുക്ക് വാങ്ങിക്കൊടുത്ത് തമാശ കളിക്ക്. ജ്യൂസ്. ഓഫ്, ഇത് കുടിക്കുമ്പോ ഒരു സുഖാലേ, അടിപൊളി. എന്താ ഞങ്ങളെ ജ്യൂസ് അടിപൊളി. ജ്യൂസ് എനിക്ക് വേണം. കൂടുതലാണോന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇതുവരെ പണിയെടുത്തതല്ലേ കഴിച്ചു. സമാധാനം, ആശ്വാസം. ചൂടാണ് ഇപ്പൊ, നല്ല ചൂടാണ്. എനിക്കിതിലൊന്നും കഴിക്കാൻ പറ്റൂല. അതെന്ന് പറയുന്നത് ഇവിടെ കൊറേ അതുണ്ട്. ഏതാ കുഞ്ഞു അത്? പിന്നല്ലേ ആദ്യം എനിക്ക് സമൂസ ആയിരുന്നു ഇഷ്ടം. ഇപ്പൊ അത് മുട്ട നിറച്ചതായി. ഇത് മുട്ട മറച്ചല്ല, മുട്ട നിറച്ചത്. ഇത് വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ, സീന് സാധനം. അപ്പൊ ഞാൻ പിന്നെ നോക്കണ കറിയും പത്തിരിയും കേസ്. ഇതാണ് എന്റെ കോമ്പോട്ടോ. ബിരിയാണി എപ്പോഴും കഴിക്കുന്നതാണ്, പക്ഷെ കറിയും പത്തിരിയും കഴിക്കും. പിന്നെ കേസ് എല്ലാ ദിവസത്തെമാര് എല്ലാ പ്രാവശ്യത്തെമാര് നമ്മൾ ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടാക്കില്ല. കാരണം നമുക്ക് സ്വിഗ്ഗി ഉണ്ടായിരുമ്പോൾ അതിന്റെ തിരക്കിലേക്ക് പോകും. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ എപ്പോഴും ഈ സ്വിഗ്ഗി ഓണായതിനു ശേഷം വീട്ടിലേക്ക് എപ്പോഴും കുറേ പലഹാരം. എല്ലാ ദിവസവും നോമ്പ് തുറ പോലാണ് കൈസ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അത് കണ്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ ദിവസവും ബിരിയാണി ഇതെല്ലാ സാധനങ്ങളും ഉണ്ടാവല്ലോ. അപ്പം വീഡിയോ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് നോമ്പ് തുറക്കിയാണ്. സുയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വിഗ്ഗി നോക്കുക, സ്വിഗ്ഗിയിലെ ഡിഷസ് ഉണ്ടാവും. നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുകയാണെങ്കിൽ വാങ്ങിയ ഓൺലൈനിൽ വെച്ച്. അതെൻ്റെ തരി കൊണ്ടുപോകണം. ഇതാണ് തരിക്കഞ്ഞ് എവിടെ വെച്ചാലും അവിടെ കൊണ്ടുപോകും. ഒറ്റ വലിക്ക ഫുള്ള് കുടിച്ചു തീർത്ത്. ഇങ്ങോട്ട് പിടിച്ച് നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി റമദാൻ.